ഹലോ ഹായ്. ഇന്ന് രാവിലെ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ അലാറം എല്ലാവരുടെ ഫോണിലും തകർത്ത് അലാറം അടിക്കുന്നുണ്ട്, പക്ഷെ ആരുടെ അനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും എഴുന്നേറ്റു. അപ്പോൾ ഏകദേശം ഒരു 6 മണിയാകാറായി. അപ്പം ഈ ക്ലൈമറ്റാണ് കേട്ടോ, നല്ല കോട കയറി കിടപ്പുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിതൊക്കെ കണ്ടു നിന്നപ്പോൾ ഏകദേശം കുറച്ച് പേരൊക്കെ എഴുന്നേറ്റു, റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു എന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീൻ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ഫ്രഷ് പൂക്കളും നല്ല മണവും പോരാത്തതിന് വളകളിരിപ്പുണ്ട്. അമ്പലത്തിലേക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും നമുക്ക് ഇവിടങ്ങളിൽ തന്നെ കിട്ടും കേട്ടോ. മെയിനായിട്ട് ഈ പൂവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇവിടുന്ന് കുറച്ച് പൂ വാങ്ങി നമ്മുടെ തലയിൽ വെക്കുക എന്നുള്ളത്. പിന്നെ താമരമുട്ട് ദേവിക്ക് ചാർത്താൻ വേണ്ടിയിട്ട് അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈമും ഞാനിത് വാങ്ങിച്ചായിരുന്നു. പിന്നെ കൊച്ചു കൊച്ചു കടകൾ, ഇതൊക്കെ ദേവയും പിള്ളേരും കണ്ടാൽ, ബാക്കി ടീംസ് കണ്ടാൽ പിന്നെ പറയണ്ട, ഇതെന്തായാലും കുറേയൊക്കെ മേടിച്ചിരിക്കും. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ടും ഇവരൊക്കെ എഴുന്നേറ്റൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പാറുവും ദീശും ഒക്കെ എഴുന്നേറ്റു. ഇങ്ങനെ ദേവ എങ്ങനെയെങ്കിലുമൊക്കെ ഉണർത്തി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരൊക്കെ എഴുന്നേറ്റ് തുടങ്ങി. അങ്ങനെ ഇനി ഇവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നിർത്തലാണ് മെയിൻ പരിപാടി. കാരണം ഇവരൊക്കെ അറിയാമല്ലോ, ഇതിനെയൊക്കെ ഒരുക്കലാണ് ഒരു ജോലി തന്നെ. അങ്ങനെ ഞങ്ങൾ ലേഡീസ് എല്ലാം എഴുന്നേറ്റിട്ടുണ്ട്. പിള്ളേര് സെറ്റും തന്തമാരും ഒക്കെ ഓരോരുത്തരൊക്കെ എഴുന്നേറ്റ് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചടപടേ എന്നുള്ളൊരു ഓട്ടത്തിലായിരുന്നു. അങ്ങനെ റെഡിയാവാൻ പോവാം എന്ന തീരുമാനത്തിലായി. റെഡിയാകാനായിട്ട് ഓരോരുത്തരും ഒരുങ്ങി തുടങ്ങി കേട്ടോ. സോണി ചേച്ചി എന്തായാലും ആദ്യം തന്നെ ഒരുങ്ങി. അങ്ങനെ ഞാനും വഴിയെ ഒരുങ്ങി, ബാക്കിയുള്ളവരൊക്കെ പുറകെ ഒരുങ്ങുന്നുണ്ട്. അപ്പം ഈ ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ അന്ന് ഞാൻ കൊണ്ട് പൂട്ടി വെച്ചതാണ്. വീണ്ടും അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഓരോരുത്തർ മുണ്ടുടുപ്പായി, ഓരോരുത്തർ മുണ്ടഴിപ്പായി. അങ്ങനെ നമ്മുടെ ദീശക്കുട്ടി പാവാട എടുപ്പൊക്കെ ഇട്ട് ചുന്നരിയായിട്ടിരിപ്പുണ്ട്. കഷ്ടം, ഇവള് ഇത്രയും നേരത്തെ എഴുന്നേക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പിള്ളേർക്കെല്ലാം സത്യം പറഞ്ഞാൽ 9 മണി 8 മണിയൊക്കെ ആണല്ലോ. അവരെങ്ങനെയെങ്കിലും കുത്തി ഉണർത്തി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഏകദേശം എല്ലാവരും സെറ്റായി. ഇതൊരു ചടങ്ങാണ് കേട്ടോ. ദേവയ്ക്ക് മുണ്ടുടുക്കൽ ദേവയ്ക്ക് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ലാസ്റ്റ് ഒരുങ്ങിയത് പാറുവാണ്. പാറു ദീശുവിനെ സെറ്റാക്കിയിട്ട് അപ്പോൾ അവളും ഒരുങ്ങി. അങ്ങനെ ഞാനും ദീശുവും കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വെച്ചു. ആശാട്ടിയുടെ മെയിൻ പരിപാടി ചിരിയാണ്. അപ്പം അതൊന്ന് ക്ലോസിലെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെക്കാളും ഒരു കാണുങ്ങൾക്കാട്ടോ. ഇവിടെ ഒരു വിധത്തിൽ ഒരുങ്ങി തീരത്തില്ല. ഞാൻ പറഞ്ഞതിലുള്ള എക്സ്പ്രഷനാണ് ഇട്ടത്. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരുങ്ങി, എന്നിട്ടും ഇരിക്കുവാണ് മുടി ചീകൽ. എനിക്ക് അറിഞ്ഞുകൂടാ, ഇവരെയൊക്കെ കൊണ്ട് പോകണമെങ്കിൽ തലേന്നേ ഒരുക്കി നിർത്തണം. അങ്ങനെ ഞങ്ങളെ ദീശക്കുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആശൻ ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിക്കുകയാണ്. അപ്പം എങ്ങനെ ഇനിയിപ്പം ഇവിടെയാണ്, നമ്മുടെ മൂകാംബികയിലാണ് ഒട്ടുമിക്ക ഞങ്ങളെ പിള്ളേരെല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡാനിഷിനെ ഇവിടെ തന്നെ എഴുതിക്കണമെന്ന് ചേച്ചിയുടെ പണ്ടേ ഉള്ള ആഗ്രഹമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അതിനായിട്ടാണ് വന്നത്. മൂകാംബിക പിന്നെ എല്ലാത്തിനും നല്ല സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് പോവാണ്. അപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാം അവിടെ ഇവിടെ കിടക്കുകയാണ്. എല്ലാം കുരുട്ടുകളാണ് കേട്ടോ. ഇവരെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെങ്കിൽ അറിയാമല്ലോ എങ്ങനെ ആയിരിക്കുള്ളൂ പാടെന്ന്. അപ്പോൾ എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആകാറായി. പിള്ളേരെയൊക്കെ സെറ്റാക്കി ഇറക്കുമ്പോൾ കുറച്ച് ടൈം അധികമായി. പിന്നെ ഏകദേശം എല്ലാവരും ഇറങ്ങി എന്നായി. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ലാസ്റ്റ്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി പോവാൻ പോവുകയാണ്. അപ്പം താഴെ ചെന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടീസ്. അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. നേരെ ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോകണം. അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ.
കാരണം കുറച്ച് പൂവൊക്കെ മേടിക്കാനുള്ള. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡ് സൈഡിൽ നിന്ന് ഈ പൂക്കൾ വാങ്ങുക, പിന്നെന്താ ദേവിക്ക് കൊടുക്കാനുള്ള പൂ വാങ്ങുക. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ തുടക്കത്തിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയ വഴിയിൽ തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ആ താമരയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതൊക്കെ വാങ്ങിച്ചതാ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെണ്ണുങ്ങൾക്ക് ഈ പൂവൊക്കെ ഇട്ട് തലയിൽ വെപ്പും അതുമൊക്കെ ആണുങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ വെച്ച് പോയെങ്കിലേ ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. അങ്ങനെ സോണി ചേച്ചി ഇതാ വരികയാണ്. സോണി ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോവുക, റെസിപ്റ്റ് എഴുതിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പൂവൊക്കെ എടുത്ത് വെച്ച് ഡാനിക്ക് പിന്നെ ഈ പൂവും ഇതൊക്കെ കണ്ട അപ്പം അവനതൊക്കെ ഒന്ന് പിച്ചി കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ദേവിക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ ഇതാ രഞ്ജിത്തേട്ടൻ പോയി സോണി ചേച്ചിക്കുള്ള പൂവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഇനി ഞങ്ങൾ നേരെ പോവുക. സത്യം പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തിരക്ക് കുറവുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തൊഴുവാന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു. അത് പക്ഷേ നമുക്ക് ഉപകാരമായി. കാരണം ഈ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു കണക്കിന് തിരക്കില്ലാതെ പോകുന്ന ഈ ടൈമിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം അവരെയും കൊണ്ട് സമാധാനത്തിൽ നമുക്ക് പോയി തൊഴുവാമല്ലോ. അല്ലാതെ തിക്കിലും തിരക്കിലും ഈ പിള്ളേരുമായിട്ട് ദയവ് ചെയ്ത് ആരും പോകാതിരിക്കുക. ഈ ഒരു ടൈമിലൊക്കെ പോയാൽ കുറച്ചും കൂടി നമുക്ക് സമാധാനമായിട്ട് മൂകാംബിക അമ്മയെ കണ്ട് തൊഴുത് എല്ലാ ചടങ്ങുകളും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് എഴുതിപ്പോ അങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ടൈമിലൊക്കെ വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്, പിള്ളേരൊക്കെ ഉള്ളവർ. പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അങ്ങനെതാ ഈ ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് ആളില്ല എന്നൊന്നുമില്ല. അത്യാവശ്യത്തിനുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിന് ശേഷം ഞങ്ങളിതാ റെസിപ്റ്റ് എഴുതിക്കാനായിട്ട് പോവുകയാണ്. ഈ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാലും പിന്നൊരു ഇതുണ്ട്, പലരും പല വഴിക്കങ്ങ് പോവും. ഡാനിക്ക് പിന്നെ ഇതൊക്കെ പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ, എങ്ങോട്ട് ഓടണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ മൂകാംബിക അമ്മയുടെ രഥമാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തെങ്കിലേ ഒരു സന്തോഷം വരത്തുള്ളൂ. അങ്ങനെ ഡാനിയുടെ ഓട്ടത്തിൽ നിന്ന് രഞ്ജിത്തേട്ടൻ എങ്ങനെയൊക്കെയോ അവനെ വലിച്ചഴിച്ചുകൊണ്ട് നമ്മൾ റെസിപ്റ്റ് എഴുതാനായിട്ട് പോയി. ഞങ്ങളപ്പോൾ അകത്തേക്ക് കയറി തൊഴുകണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലായി. പക്ഷേ എന്തോ ചെയ്യാനാണ്, എല്ലാവരും മിക്കവരും പല വഴിക്കൊക്കെ പോയി. എന്നാലും നമ്മൾ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെതാ എല്ലാം കഴിഞ്ഞു. അപ്പോൾ റെസിപ്റ്റും കാര്യങ്ങളുമൊക്കെ എഴുതിച്ചു, പൂവൊക്കെ ആയിട്ട് പോവാണ്. അപ്പം ദേവേ ആർക്കായാലും അകത്ത് കയറണമെങ്കിൽ ഷർട്ട് ഊരണം. ആദ്യം ദേവയ്ക്ക് കുറച്ച് ചമ്മലൊക്കെ ആയിരുന്നു ആളുകളുടെ മുന്നിൽ വെച്ച് ഊരാനായിട്ട്. പക്ഷെ നടക്കില്ല മോനെ, അകത്ത് കയറണമെങ്കിൽ ഷർട്ട് ഊരിയെങ്കിൽ മാത്രമേ അകത്ത് കയറ്റുള്ളൂ എന്ന് അവർ ഉറപ്പിച്ചങ്ങ് പറയുവാണ്. അങ്ങനെ എന്തായാലും എല്ലാവരും ഷർട്ടൊക്കെ ഊരിയിട്ട് അകത്ത് കയറി തൊഴാൻ പോവുകയാണ്. അവിടെ വിഗ്രഹത്തിൻ്റെ അടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞങ്ങളിതാ നമ്മുടെ ഡാനിഷിനെ എഴുതിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡാനിഷിനെ എഴുതിക്കാൻ എന്താ സോണി ചേച്ചി രഞ്ജിത്തേട്ടനും ഇതവിടെ ഇരിപ്പുണ്ട്. അപ്പം അവർ സരസ്വതി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഡാനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ അവന് ഒട്ടും താല്പര്യമില്ല. അവൻ ഓടിയാൽ കൊള്ളാം എന്നും പറഞ്ഞ് ഓട്ടമാണ്. ആശാൻ ഈ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളേരെയൊക്കെ കാണുമ്പം അവന് ഇച്ചിരി കളിയും ചിരിയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഓട്ടമാണ്. അങ്ങനെ എന്തായാലും അവരുടെ പ്രാർത്ഥനകളും എല്ലാം ചൊല്ലിക്കൊണ്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇവിടെ വന്ന് എഴുതിക്കൊക്കെ കിട്ടുന്ന ഒരു ഐശ്വര്യം സത്യം പറഞ്ഞാൽ വേറെ എവിടെ പോയാലും നമുക്ക് ആ ഒരു മനസ്സിനൊരു തൃപ്തി. കുഞ്ഞുങ്ങൾ എഴുതുന്ന സ്ഥലം ഇവിടെ തന്നെ സത്യം പറഞ്ഞാൽ വന്ന് എഴുതിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും കുഞ്ഞുങ്ങൾക്ക് അതൊരു ഭാവിയിലേക്ക് ഇപ്പം ഇതെല്ലാം ഇവിടെ എഴുതാനുള്ള ആളുകളാണ് കേട്ടോ ഈ നിൽക്കുന്നതെല്ലാം, ഞങ്ങളല്ല പിള്ളേർ. അപ്പം എന്തായാലും ഡാനിഷ് അങ്ങനെ എല്ലാം എഴുതുന്നുണ്ട് തകർത്ത്. അങ്ങനെ എഴുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡാനിഷിന് നമ്മുടെ സ്വർണത്തിൻ്റെ മോതിരം വെച്ചിട്ട് നാവിൽ ഓം എന്ന് എഴുതി കൊടുത്തു. അപ്പം ലാസ്റ്റ് ഇതായിരുന്നു. അതിനുശേഷം കുങ്കുമമൊക്കെ ചാർത്തി ഇതൊക്കെ കഴിഞ്ഞ് എന്തായാലും എല്ലാം പരിപൂർണമായി. ഇങ്ങനെ ഡാൻസ് ചെയ്താൽ ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. അവൻ അടുത്ത ഓട്ടത്തിനായിട്ടുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ ഓടിക്കളിക്കണം, അതാണ് അവൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്.
അങ്ങനെ എല്ലാ പരിപാടിയും അങ്ങനെ ഇതിനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും മെയിനായിട്ട് നമ്മൾ മൂകാംബികയ്ക്ക് വന്നത്. ഞങ്ങൾ കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പം എന്തായാലും ഡാനിയെ എഴുതിക്കണമല്ലോ. അപ്പം അവൻ ഏകദേശം 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പം ഇതാണ് ഏറ്റവും നല്ല ടൈം. ഡാനിയുടെ ഈ ഓട്ടമാണ് ഞങ്ങളെ കൊണ്ട് ചിരിപ്പിക്കുന്നത്. അവൻ ഈ അമ്പലം ഏകദേശം ഞങ്ങളെക്കാഴി നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഈ ഓട്ടത്തിലൂടെ ആളുകൾക്കും അവന് അധികം നല്ല രീതിയിൽ പരിചിതമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കണ്ണൻ ചേട്ടൻ തകർത്ത് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയാണ്. അപ്പം ഞങ്ങളും അതിനൊത്തങ്ങ് നിന്നു കൊടുത്തു. എഴുത്തിന് ശേഷം നമ്മുടെ കൊടിമര ചുവട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. ആരാണ് എഴുതിയ ആളും അമ്മയും അച്ഛനും കൂടെ പ്രാർത്ഥിക്കണം. ആശാൻ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവൻ്റെ ഓട്ടം തുടങ്ങി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഡാനി ഏകദേശം അകത്ത് കയറി തൊഴുവാനുള്ള പരക്കം പാച്ചി പോവുകയാണ്. അപ്പോൾ പാറൂസ് ഇവിടെ നിൽപ്പുണ്ട്. ദീശുവിനെ അച്ഛൻ കൊണ്ടുപോയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഡാനിയെ പിടിച്ച് എൻ്റെ കയ്യിലാക്കി. അപ്പോൾ ഡാനിയും ഞാനും കൂടെ ഒരു സ്ഥലത്ത് നിന്നു. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഒന്നാമത്തെ കാര്യം നല്ല ചൂടാണ്. ഇപ്പം രാവിലെ നല്ല ക്ലൈമറ്റാണ്, പക്ഷേ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ സ്ഥലത്തായാലും ചൂട് കൂടുതലാണ്. ആ ഒരു ചൂട് തന്നെയാണ് ഇവിടെയും. പിന്നെ രാവിലത്തെ നമ്മുടെ ആ ഒരു ഇതിൽ ചൂട് ആയിരിക്കുമല്ലോ. അപ്പോൾ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഞങ്ങൾ അകത്തെല്ലാം കയറി തൊഴുതു. ആ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്ന തരത്തിലുള്ളത് തന്നെയാണ് കേട്ടോ. എപ്പോൾ ഇവിടെ വന്നാലും നമുക്കൊരു ഫ്രഷ് മൊമെൻ്റ് തന്നെയാണ്. നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ, നമുക്ക് എന്തെങ്കിലും നടക്കാനുള്ള കാര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെവി പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ പണ്ടേ ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് സന്തോഷം തരുന്നതല്ലേ. അപ്പം ഞങ്ങളും എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പറയാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ എല്ലാവരും പറഞ്ഞു കേട്ടോ, ഞങ്ങളോരോ സന്തോഷം. അപ്പം അത് കഴിഞ്ഞപ്പോൾ പാറൂസിന് എന്തോ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പാറുവും പോയി നിൽക്കുവാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചു. മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ വല്ലത് എഴുതിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നടക്കും. ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണല്ലോ. അപ്പം ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഓരോ അർച്ചനകളൊക്കെയാണ് കേട്ടോ. പോരാത്തതിന് ദേവയുടെ മെയിൻ ഭഗവാനാണ് ഹനുമാൻ. അപ്പോൾ ആശാന് ഹനുമാനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഇടയ്ക്കായിട്ട് ദേവിക്ക് ഭയങ്കര ഹനുമാൻ പ്രിയനാണ്. സത്യം പറഞ്ഞാൽ അവിടെ അമ്പലങ്ങളിലൊന്നും പോകാറില്ലെങ്കിലും ഈ ഇട വെച്ചിട്ട് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ദൈവം ഹനുമാൻ തന്നെയാണ്. അങ്ങനെ ഹനുമാനെ കണ്ട് അവനും സന്തോഷമായി, ഞങ്ങളും സന്തോഷമായി. അപ്പം സോണി ചേച്ചിക്ക് എന്തായാലും അതിലേറെ സന്തോഷമായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം ഈ ഒരു പാട്ടൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഐശ്വര്യം തോന്നി. അത് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നു. ആ ഒരു പാട്ടും ആ ഒരു ചന്ദനത്തിൻ്റെ മണവും പൂവും പിന്നെ ഓരോ നേർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെന്ത് നേർച്ചയാണെന്ന് എനിക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പൂവും പുഷ്പങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. മൂകാംബികയെ വന്നിട്ട് ആർക്കും വിഷമിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഇവിടെ തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവയ്ക്കും ഡാനിക്കും ഓരോ കളിപ്പാട്ടങ്ങൾ വേണമെന്നായി. അപ്പോൾ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെയൊക്കെ വന്നാൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ദേവ് ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം
എടുക്കാൻ വയ്യാത്തൊരു കാറാണ് ഡാനി സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഹാപ്പിയായി. ദേവയ്ക്ക് പിന്നെ സ്പൈഡർമാനും സൂപ്പർമാനും കിട്ടിയപ്പോൾ പിന്നെ വേറെ ആരെയും വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി. രാവിലെ എഴുന്നേറ്റാണല്ലോ. അപ്പം നേരെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അച്ഛനും ദീശുവും പാറുവിനെയും കണ്ടു കിട്ടി. അപ്പം അവരെയും കൂടെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതാ കയറിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളത് ഓരോ സാധനങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് നെയ് റോസ്റ്റാണ്. അപ്പോൾ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും നെയ് റോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ആ സംഗതി സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ് റോസ്റ്റ്. വേറെ എന്തെങ്കിലും കൊള്ളത്തില്ലെന്നൊന്നും എനിക്കറിയില്ല. കർണാടക ഫുഡ് നമുക്കറിയില്ല, നമ്മുടെ കേരളീയരെ പോലെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായില്ല. എന്നാൽ പക്ഷേ ഈ നെയ് റോസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഇതാ ദീശുവിൻ്റെ കളിപ്പാട്ടം വാങ്ങിച്ച് പാറൂസും കൂടെ കളിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താ കണ്ണൻ ചേട്ടനും വിഷു ചേച്ചിയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളും കഴിച്ച് തീർന്നു. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മുടെ ക്ഷീണമൊക്കെ തീർക്കണ്ടേ, രാവിലെ എഴുന്നേറ്റ് പോയതല്ലേ, എല്ലാത്തിനെയും കൊണ്ട് പോയ ഒരു മൊമെൻറ്റ് അതെല്ലാം കഴിഞ്ഞു. സന്തോഷകരമായിട്ട് ഞങ്ങൾ റൂമിലോട്ട് എത്തി. അപ്പം ഞങ്ങളുടെ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ നേർച്ചകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.